സാങ്കേതിക വിദ്യകൾ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു ചെറിയ ഏരിയയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ വരുന്ന പ്രവർത്തനങ്ങളും ഇനി എന്തൊക്കെയാണെങ്കിൽ ചെയ്യാനുള്ള പദ്ധതികളെന്നൊക്കെ നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള ആദർശമായിട്ട് നമുക്ക് പറഞ്ഞു തന്നായിരിക്കും. എന്തൊക്കെയാണ് ഇത്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ നോഡൽ ഏജൻസിയാണ് സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ ഈ എക്സ്പോയിൽ നമ്മൾ പലതരത്തിലുള്ള സ്റ്റാർട്ടപ്സുകളുടെ പ്രൊഡക്റ്റുകളാണ് ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഐറിസ് എന്ന് പറഞ്ഞ റോബോട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ ലാറ്റിനോ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബയോ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രിക്സുകൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ, പിന്നെ നമുക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ഡ്രോൺസുകൾ. സോ ഇതൊക്കെയാണ് കൂടുതലും ആൾക്കാർക്ക് ഈ സാങ്കേതിക വിദ്യയിലുള്ളൊരു അറിവ് പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് ഇപ്പൊ ന്യൂ ടെക്നോളജി, എന്തൊക്കെയാണ് പുതിയതായിട്ട് ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക, പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ അതിന് ഒരു അവയർനെസ് കൊടുക്കുക. പുതിയ നെക്സ്റ്റ് വരുന്ന ജനറേഷന് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി പരമായിട്ടുള്ള രീതിയിൽ അവർക്ക് കുറച്ചുകൂടെ അടുത്ത് ഇടപെടാനുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നമ്മൾ ഈ സ്റ്റാളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മള് ഈ ഒരു കാലഘട്ടത്തിൽ തൊഴിൽ ക്ഷാമം ഭയങ്കര രൂക്ഷമായ സാഹചര്യത്തിൽ സ്റ്റാർട്ടപ്പുകൾ വളരെയധികം പ്രധാനപ്പെട്ടാണ്. ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും ഇനി ഒരു യുവാക്കൾക്ക് ഇതിൽ നിന്ന് ഒരു പ്രചോദനം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളും കേരള ഗവൺമെന്റ് ആണെങ്കിലും എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ്. കാരണം തൊഴിൽ തേടി നടക്കാതെ തൊഴിൽ ദാതാക്കളായി മാറുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കൂടുതൽ നമ്മൾ ഫോക്കസ് ഉണ്ട്. അപ്പം ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മളൊരു കണക്കെടുക്കുവാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് വരുന്നതോടെ അതിൽ നിന്ന് ഏകദേശം 11ഓളം ആവറേജ് നിരക്ക് പ്രകാരം 11ഓളം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പം അതുവഴിയാണെങ്കിൽ കൂടുതൽ നമുക്ക് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ എന്നുള്ള പ്രോബ്ലത്തിന് കുറച്ചുകൂടെ പരിഹാരം കാണാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ നൂതന ആശയങ്ങൾ വരുമ്പോഴത്തേക്കിന് ചിലപ്പം സൊസൈറ്റി പ്രോബ്ലംസിനൊക്കെ നല്ല സൊല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പ് ജെൻ റോബോട്ടിക്സ് പോലുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ ആയിരുന്നെങ്കിൽ അവര് എന്താണ് നമ്മൾ സൊസൈറ്റി റിലേറ്റഡ് പ്രോബ്ലംസിനാണ് അവർ സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് നൂതന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ വരുമ്പം അത് നമ്മുടെ സാധാരണക്കാർക്ക് കുറച്ചുകൂടെ അവരുടെ ജീവിതം കുറച്ചുകൂടെ ഈസി ആയിട്ട് വരികയും അത് എന്താണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാങ്കേതിക വിദ്യയിൽ എന്താണ് അറിവ് നേടാൻ എല്ലാം നമുക്ക് ഇതിനകത്തൂടെ പറ്റുന്നതായിരിക്കും. അപ്പം തൊഴിൽ സൃഷ്ടിക്കുക എന്ന് പറയുന്നതും നമ്മുടെ മെയിൻ ഒരു ഇമ്പോർട്ടന്റ് എക്സാക്ട് എന്താണെങ്കിലും എല്ലാം ഗംഭീരമായിട്ട് നടക്കുന്നത്.